ആ ബാങ്കിൻ്റെ കഥ പറഞ്ഞതുപോലെ തന്നെ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ശരീരത്തിലെ ഷുഗറിനെ തരംതിരിക്കുക. ഒന്ന്, അത് പാങ്ക്രിയാസിനുള്ള പ്രശ്നങ്ങൾ. പാങ്ക്രിയാസിനെ പല കാരണം കൊണ്ട് പല ആക്രമണങ്ങൾ, പല രോഗാണുക്കൾ കാരണം ആക്രമിച്ച് പാങ്ക്രിയാസിൻ്റെ പ്രശ്നം കൊണ്ടുണ്ടാകുന്ന ഒരു തരം ഡയബറ്റീസ്, അതാണ് പാങ്ക്രിയാറ്റൈറ്റിസ്. ഇനി രണ്ടാമത്തെ ഒരു തരം ഡയബറ്റീസ് ആണ് നമ്മൾ ടൈപ്പ് 1. അതും പാങ്ക്രിയാറ്റൈറ്റിസ് എന്നതുപോലെ തന്നെ പാങ്ക്രിയാസിൻ്റെ അകത്തുള്ള കോശങ്ങളിൽ ഉള്ള പോരായ്മ കൊണ്ട് ഉണ്ടാകുന്ന ഡയബറ്റീസ്. ടൈപ്പ് 1 എന്ന് പറയുന്നത് പൊതുവിൽ ചെറുപ്രായക്കാരിൽ കാണുന്നതാണ്. 30 വയസ്സിന് മുന്നേ എന്നാണ് നമ്മൾ പൊതുവിൽ പറയുക. 30 വയസ്സിന് മുന്നേ എന്നല്ല, 30-35 വയസ്സിന് മുന്നേ എന്നും നമുക്ക് കണക്കാക്കാം. ഒരു 30-35 വയസ്സിന് ശേഷം വരുന്ന ഡയബറ്റീസ് ടൈപ്പ് 2 ഡയബറ്റീസ് ആവാം. ഇനി ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് വെച്ചാൽ അത് പൊതുവിൽ കോശങ്ങൾക്കകത്ത പ്രശ്നമല്ല, പാങ്ക്രിയാസിൻ്റെ അകത്ത പ്രശ്നങ്ങളല്ല, ഇൻസുലിൻ ഉണ്ടാകുന്ന കോശങ്ങളുടെ പ്രശ്നങ്ങളല്ല. അത് നമ്മുടെ ശരീരത്തിലുള്ള ഇൻസുലിൻ്റെ പ്രവർത്തനക്കുറവ് മൂലം. അതായത് നോർമൽ ഒരു 60 കിലോ വെയിറ്റുള്ള ശരീരത്തിൽ 60 യൂണിറ്റ് ഇൻസുലിൻ വേണം എന്ന് വിചാരിക്കാം. അപ്പം നമ്മുടെ ശരീരത്തിൽ 60 വേണ്ടെടുത്ത് ശരിക്കും പറഞ്ഞാൽ ഇൻസുലിൻ ശരിക്കും 80-100 ഉണ്ടാകുന്നുണ്ടാവാം. ഉള്ള ഇൻസുലിൻ പ്രവർത്തിക്കാതെ വരുന്നു. അതിനെയാണ് ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുന്നത്. അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നാണ് ഞങ്ങൾ മെഡിക്കലി പറയാം. അപ്പോൾ അതായത് ഉള്ള ഇൻസുലിൻ അടിച്ച് പണിയെടുപ്പിക്കുക, അത് തന്നെയാണ് അവിടുത്തെ ചികിത്സയായിട്ട് വരുന്നത്. ഇതുകൂടെ തന്നെ അടുത്തൊരു ഡയബറ്റീസ് ആണ് നമ്മൾ ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയാം. അത് നമ്മൾ പൊതുവിൽ ഗർഭിണികളിൽ ഈ പറഞ്ഞ അതും ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ട് തന്നെയൊക്കെ വരുന്ന ഒരു ഡയബറ്റീസ് ആണ്. അത് ഗർഭകാലത്ത് വരുന്നു, ഗർഭകാലം കഴിഞ്ഞാൽ അത് പൊതുവിൽ അത് മാറിപ്പോവാറും ഉണ്ട്. ഇനി ഇതുകൂടാതെ ചില ഗുളികൾ കാരണം ഷുഗർ വരാറുണ്ട്. ഇതിൻ്റെ ഇടയിൽ ടൈപ്പ് 1 ഡയബറ്റീസ്, ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുന്ന പോലെ അതിൻ്റെ ഇടയിൽ വരുന്ന കുറച്ച് ഡയബറ്റീസുകളുണ്ട്. ടൈപ്പ് 1.5 ഡയബറ്റീസ് എന്ന് പറയുന്ന ഡയബറ്റീസുകളുണ്ട്. അപ്പോൾ അതിലേക്കൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കിടക്കണ്ട. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ തീർത്ത് പറയുമ്പോൾ 3 തരം ഡയബറ്റീസ്: ടൈപ്പ് 1 ഡയബറ്റീസ്, ടൈപ്പ് 2 ഡയബറ്റീസ്, അതിൻ്റെ കൂട്ടത്തിൽ ജസ്റ്റേഷണൽ ഡയബറ്റീസ്.